പാലക്കാട് റെയിൽവേ ഡിവിഷന്റെ തൽസ്ഥിതി നിലനിർത്താൻ സംസ്ഥാന സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെയിൽ യൂസേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. കേരളത്തിലെ എംപിമാർ പാർലമെന്റിൽ വിഷയം ഉന്നയിക്കുകയും ബന്ധപ്പെട്ടവരിൽ രാഷ്ട്രീയ സമ്മർദ്ദം ചെലുത്തുകയും വേണമെന്നും സംഘടന ആവശ്യപ്പെട്ടു. കേരളത്തിലും പ്രത്യേകിച്ച് മലബാറിലും തീവണ്ടി യാത്രക്കാരുടെ ദുരിതം വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി ജനപ്രതിനിധികളെയും യാത്രാ സംഘടനകളെയും പങ്കെടുപ്പിച്ച് എറണാകുളത്തോ തൃശൂരിലോ അടിയന്തര യോഗം വിളിച്ചു ചേർക്കണമെന്ന് ദേശീയ വർക്കിംഗ് ചെയർമാൻ ഷെവ്ലിയാർ സി ചാക്കുണ്ണിയും കേരള ഘടകം ചെയർമാൻ എ ശിവശങ്കരനും ആവശ്യപ്പെട്ടു. യാത്രാക്ലേശങ്ങൾ പരിഹരിക്കുന്നതിനും പാലക്കാട് ഡിവിഷൻ തൽസ്ഥിതിയിൽ തുടരുന്നതിനും യോഗത്തിൽ ഉചിതമായ തീരുമാനങ്ങൾ കൈക്കൊള്ളണമെന്നും അവർ പറഞ്ഞു. ഒരുപോലെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇടിച്ചു വീഴുന്ന മാതിരിയാണ് നമ്മൾ പാലക്കാട് ഡിവിഷൻ വിഭജിക്കുന്ന വാർത്ത അറിഞ്ഞത്. ആദ്യമായല്ല പാലക്കാട് ഡിവിഷൻ വിഭജിക്കുന്നത്. സേലം ഡിവിഷൻ രൂപീകരിച്ചത് 600ഓളം കിലോമീറ്റർ പാലക്കാട് ഡിവിഷന് അടർത്തിയെടുത്താണ്. 600 കിലോമീറ്റർ ദൈർഘ്യം ഒരു ഡിവിഷന് വേണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ നിന്ന് പാലക്കാട് ഡിവിഷൻ കൂടി പോവുകയാണെങ്കിലും വരുമാനമേറ്റവും ഡിവിഷൻ പോവുകയാണെങ്കിലും. കുറച്ചുകാലമായി തിരുവനന്തപുരം ഡിവിഷനിലെ നാഗർകോവിൽ മേഖലയെ മധുര ഡിവിഷനിൽ ഉൾപ്പെടുത്തുന്നതിനുള്ള നീക്കങ്ങൾ നടക്കുന്നതായി നേതാക്കൾ ചൂണ്ടിക്കാട്ടി. കേരളം സത്വര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ സംസ്ഥാനത്തിന് റെയിൽവേ ഡിവിഷൻ തന്നെ നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടാകുമെന്നും അവർ ആശങ്ക പ്രകടിപ്പിച്ചു. പാലക്കാട് ഡിവിഷൻ വിഭജിക്കപ്പെട്ടാൽ അർഹരായ അടിയന്തര യാത്രക്കാർക്ക് എമർജൻസി കോട്ട ലഭിക്കുന്നതിനായി സൗത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ മൈസൂരു ഡിവിഷനെ ആശ്രയിക്കേണ്ടിവരും. നേരത്തെ പാലക്കാട് ഡിവിഷനിൽ നിന്നും ഏകദേശം 600 കിലോമീറ്റർ റെയിൽപാത അടർത്തിയെടുത്താണ് സേലം ഡിവിഷൻ രൂപീകരിച്ചതെന്നും സംഘടനാ ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു.